ആ ഹലോ, എവിടാടോ ഇയാള്? ഞാൻ രണ്ട് വീട്ടില് ഞാൻ വീട്ടിലുണ്ടോ. 3-4 ദിവസമായിട്ടൊന്നും കാണണം പറഞ്ഞോണ്ട് ഞാനിങ്ങനെ ഇരിക്കുക. അയ്യോ വരാന് ഞാൻ നാളെ ഇങ്ങോട്ട് വരാനായിട്ടിരുന്നേടൂ. എന്താ ആ പറ്റി? അല്ല, നാളെ അങ്ങോട്ട് വരാം ഒന്നും പറഞ്ഞിരുന്നേത് ഞാൻ പിന്നെ വിളിക്കാഞ്ഞത്. എന്തോ പരിപാടി ഇപ്പം? പരിപാടി എന്തുവാ? പഴയ പരിപാടി തന്നെ. എന്ത് വൈകുന്നോട്ടോ? വായ്നോട്ടം അല്ലല്ലോ, വായ്നോട്ടം അത് ഇതിന്റെ ഇടയ്ക്കല്ലേ ഉള്ളു. വായ്നോട്ടമൊക്കെ ഇതിന്റെ ഇടയ്ക്ക് വേണമല്ലോ. പിന്നെ ഒരു കാര്യം പറയാനാ, എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് പറയുമ്പോ ഇയാളൊക്കെ കിട്ടത്തില്ലല്ലോ. എന്തുവാ ഇയാൾക്ക് ഇത്രയും അത്യാവശ്യം? എന്തുവാ ഞാനറിയാത്ത അത്യാവശ്യം? എന്തുവാ എന്തെങ്കിലുമൊക്കെ പറയാന്നൊക്കെ വിചാരിക്കുമ്പോ ഇയാൾ വരത്തില്ല. ഞാൻ ഒന്നിരാടം വിളിച്ചോണ്ടിരുന്നില്ലേ. ഇതിപ്പോ 2 ദിവസം എനിക്ക് പറ്റിയില്ലായിരുന്നു. എനിക്കത് ചോദിച്ചാ എവിടെ ആയിരുന്നൂന്ന്. വേറെ എങ്ങും അല്ല, ഉത്സവമൊക്കെ ഇല്ലയോ. അപ്പൊ ഉത്സവത്തിനൊക്കെ എങ്ങനെ അവന്മാര് വരും. അവന്മാരെല്ലാം കണ്ടപ്പോ അവന്മാരുടെ മുമ്പിൽ വെച്ച് എനിക്ക് ഇയാളെ വിളിക്കാൻ പറ്റുമോ? ഇനി അവന്മാരുടെ മുമ്പിൽ വെച്ച് വിളിച്ചിട്ട് വേണം ഇനി ഇയാളെ ഹസ്ബൻഡിനെ വല്ലതും വിളിച്ച് പറഞ്ഞ് പിന്നെ എന്റെ പിന്നെ ആകപ്പാട് ഇടിയാക്കണ്ടല്ലോ എന്ന് വെച്ചാ. അടിച്ച മുഖത്ത് ഇങ്ങനെ നടന്നേന്ന് തോന്നുന്നു. അടിച്ചില്ല എന്ന് പറയുന്നില്ല, സ്വല്പമൊക്കെ അടിച്ചു. അപ്പൊ ഈ അടിച്ചതിന്റെയും കൂടി ഇതിൽ ഞാൻ ഇയാളെ വിളിച്ചാലേ ചിലപ്പോ വായിന്നങ്ങ് വിട്ടുപോകും. ചിലപ്പോ വായിന്നൊക്കെ വീണ് പോയി കഴിഞ്ഞാലേ ഉള്ള കഞ്ഞി പാറ്റ വീഴും. അതുകൊണ്ടാ പിന്നെ ഞാൻ വിളിക്കുകയും പറയുകയൊന്നും ചെയ്യാഞ്ഞത്. ഉത്സവമല്ലായിരുന്നു. ആഘോഷമാണെന്ന് എനിക്കറിയാം. ഞാൻ പിന്നെ വിചാരിച്ചാ നാളെ അങ്ങോട്ട് വരാം. വെറുതെ നമുക്കൊന്ന് കൂടാം പറഞ്ഞിരുന്ന. എന്നെന്താ എന്റെ അത്യാവശ്യം എന്ന് പറഞ്ഞ എന്തുവാ? നമ്മുടെ അപ്പുറത്തെ ആ മണിച്ചേച്ചി ഉണ്ടല്ലോ, മണിച്ചേച്ചിയുടെ മോളെ ഏത് നമ്മുടെ പടിയിട്ടല്ലേ ഞങ്ങളുടെ പടിയിട്ടല്ലേ ഒരു മണിച്ചേച്ചി. മണിച്ചേച്ചിയുടെ മോളെ അറിയത്തില്ലേ അത്? ഓ ഇല്ല, അറിയാം. കമ്പ്യൂട്ടർ സെന്ററിൽ പോയിക്കൊണ്ടിരുന്ന അറിയാം. അതിന്റെ എൻഗേജ്മെന്റ് ആയിരുന്നു. എന്നാ ഇന്നലെ? ഇന്നലെ അല്ല, 2-3 ദിവസമായി. ഇയാളോടൊന്നും പറഞ്ഞില്ലായിരുന്നു അങ്ങനെ കല്യാണം പറയുമായിരിക്കും. വെള്ളമായിട്ടൊന്നും വലിയ കല്യാണം പറയുമായിരിക്കും. മണിച്ചേച്ചിയുടെ ഞങ്ങളന്നേരം വീട്ടിൽ വെച്ചായിരുന്നു നിശ്ചയം. അത് ശരി. അന്നേരം പിന്നെ ഞങ്ങളിങ്ങനെ ജോലിയൊക്കെ ചെയ്തത് കൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോ നിങ്ങളുടെ തൊട്ട് പടിഞ്ഞാറപ്പുറത്ത് താമസിക്കുന്ന വാർത്ത വീട് അത് തന്നെ വായിക്കാനൊക്കെ പോകുന്നുണ്ടെ. മനസ്സിലായി. അന്നേരം ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോ ഒരാള് ഇങ്ങനെ വരുന്നു. ആരാ? എപ്പോഴാ? സൂരജ്. എപ്പോഴാണ്? രാത്രിയില് അരയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. ജോലി ഞങ്ങളിങ്ങനെ ചെയ്തോണ്ടിരുന്നത് വീട്ടിൽ വെച്ചായിരുന്നില്ലേ? വീട്ടിൽ വെച്ചപ്പോ സൂരജിനെ അറിയത്തില്ലേ? നമ്മുടെ സൂരജേ, നമ്മളില്ലേ ലവൻ വയറിങ്ങാരൻ. അത് തന്നെ. അവൻ ഇങ്ങനെ പയ്യനല്ലേ അവൻ? പയ്യനോ 10-26 വയസ്സ് കാണും. അവൻ ഫ്ലാഷ് ഇങ്ങനെ നടക്ക 2-3 പ്രാവശ്യം. എവിടെ? നിശ്ചയ വീട്ടിലോ? ഞങ്ങളെല്ലാരും കൂടെ ഞാന് പിന്നെ ചേച്ചിമാരൊക്കെ ഉണ്ട്. ചേച്ചിമാരെ കാണാൻ രാജി അറിയത്തില്ലേ? രാജി ചേച്ചി. ഓ, നമ്മുടെ മധുവിന്റെ കുഞ്ഞമ്മ. അറിയാം. നമ്മുടെ പുള്ളിക്കാരി രാജി ചേച്ചി. അന്നേരം ഇച്ചിരി നേരം കഴിഞ്ഞപ്പോ രണ്ടുപേരും കൂടെ നമ്മുടെ രാജി ചേച്ചിയും ഈ സൂരജും കൂടെ കണ്ണും കാണിക്കുന്നു. എന്തൊക്കെയോ കഥകൾ പറയുന്നു കേട്ടോ. ഞാനിങ്ങനെ ശ്രദ്ധിച്ച്. രാജി ചേച്ചിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ഭർത്താവ് ഗൾഫിലല്ലേ? ഗൾഫിലല്ലേ? എപ്പോഴും ഗൾഫില്ല. അല്ല, അവർക്ക് ഇച്ചിരി പ്രായമില്ലേ? ഉണ്ട്. 10-38 വയസ്സ് കാണും. എത്ര? 10-50 വയസ്സുണ്ടോ? അത്രയൊക്കെ പോകും. നല്ല, പക്ഷെ കണ്ടാ പറയത്തില്ല. നല്ല കാണാനൊക്കെ നല്ല ഇതാ, പവറാ. വെളുത്ത് കൊടുത്തിരിക്കുകയല്ലേ. പിന്നെ രണ്ടുപേരുടെ കണ്ണും ഇങ്ങനെ കാണിക്കുന്നു. അപ്പൊ എനിക്കൊരു ഡൗട്ട് തോന്നി, എന്തോ ഇതുണ്ടല്ലോ ഇതിനകത്ത്. ഇച്ചിരി നേരം കഴിഞ്ഞപ്പോ അവനെ കണ്ടില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഉണ്ട് പുള്ളിക്കാരിയും കണ്ടില്ല. സൂരജ് ഈ പയ്യൻ പുള്ളി അവനങ്ങ് പോയി. ഇച്ചിരി നേരം കഴിഞ്ഞപ്പോ ഉണ്ട് ഇപ്പോഴും ഇങ്ങനെ അങ്ങ് പോയി. ആരോടൊന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോയി അങ്ങ്. അന്നേരം എനിക്കൊരു ഡൗട്ട് തോന്നി, എന്തോ ഉണ്ടല്ലോ. ഞാൻ പതുക്കെ എഴുന്നേറ്റ് ഒരാടെ പുറകിലോട്ട് ചെന്ന്
അവരുടെ അപ്പുറത്തൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. അവരുടെ വീടിന്റെ ബാത്റൂമിന്റെ പുറേ തൊട്ട് നോക്കിയപ്പോഴാണ് കണ്ടത്. ബാത്റൂമിന്റെ രണ്ടുപേരും കൂടി ബാത്റൂമിന്റെ പുറകെ നിന്നോ? ഇരുട്ടല്ലേ അവിടെ. ഇരുട്ടത്ത് നിങ്ങളെങ്ങനെ ഉണ്ട്? നമ്മളിങ്ങനെ ചെക്കിങ് ചെയ്തോണ്ട് പോവില്ലേ. ഞാൻ നോക്കി രണ്ടുപേരും കൂടെ മുങ്ങിയെന്നൊരു സംശയം വന്നതിന്റെ പേരിലാണ് ഞാൻ പതുക്കെ പോയത്. എന്ത് സംഗതിയായിരുന്നോ? അത് കണ്ടോ ഇയാള്? പിന്നെ നിങ്ങളെ കാണുകയല്ല ചെയ്യോ? നമ്മളിന്ന് ചെക്കിങ് ഞാൻ ഇങ്ങനെ പുറകെ നമ്മള് ചെല്ലുവെന്ന് രണ്ടുപേരും അറിയുന്നില്ല. ഇവരാണ് കൊള്ളാമല്ലോ കൊച്ചു പയ്യനെ. അതാ ഞാനതാ അതിശയിക്കുന്നത്. ഇവര് വളർന്ന പിള്ളേരും ഉണ്ട്. ഇവനാണ് അതിനെ കഴിഞ്ഞത്. പിന്നെ 26 വയസ്സല്ല ഉള്ളവന്. 26 ഉള്ളാരോ 30 എന്തായാലും 30 വയസ്സ് താഴെ ഉള്ളു. 38 വയസ്സാണ് കൂടി വന്നാല്. അതാ രണ്ടുപേരുള്ള പരിപാടി. അവന്റെ പറഞ്ഞാൽ അവനെ കുറ്റം പറയാൻ പറ്റത്തില്ല. വെട്ടപ്പെടാൻ പറ്റും. നമുക്ക് പിന്നെ മുഖത്ത് നോക്കണ്ടതല്ലേ അവർക്കൊരു. ഞാനെങ്ങാനും ആയിരുന്നെ വെട്ടപ്പെട്ടെന്ന് മുതലെടുക്കാൻ നോക്കിയേനെ. കൂടുതലായപ്പോ തോന്നുന്നു. അല്ല ഞങ്ങള് പിന്നെ ആണുങ്ങൾ തന്നെ. അല്ലടോ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിപ്പോ ഇന്നലെ തന്നെ ആ ദിവസം തന്നെ ആയിരിക്കത്തില്ല. പറഞ്ഞത് ഇത് നേരത്തെയും ഈ പരിപാടികൾ ഉള്ളതായിരിക്കും. അന്നേരം വിളിച്ചതാ. കല്യാണ വീടാകുമ്പോ അവര് ശ്രദ്ധിക്കത്തില്ല. അറിയാവുന്നത് കൊണ്ടാണ് പുള്ളിക്കാരി കേട്ടിട്ട് നമ്മളെ ഇങ്ങനെ നമുക്ക് നോക്കിയപ്പോ. ഇയാളവിടെ മൊത്തം നിന്ന് കണ്ടോ? മൊത്തം നിന്ന് കാണാൻ എന്ത് പറയുന്നത്? നിന്റെ സംഭവം ഇതാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് എനിക്ക് കണക്കേട്. ഇയാളവിടെ മൊത്തം നിന്ന് സൂചിച്ചു കാണും. പിന്നെ സൂചിക്കാനെന്താ കിട്ടത്തില്ലേ? ഇരുട്ടാണ് നമുക്ക് വ്യക്തമായിട്ട്. എന്നാലും കാണാം, രൂപങ്ങള് കാണാം. എന്നാലും അങ്ങനെ ചെറിയ വെട്ടത്തിന്റെ രാത്രി. അതുകൊണ്ട് അവരെല്ലാം പ്ലാൻ ചെയ്തിട്ടായിരിക്കുമല്ലോ. അതല്ല കൊച്ചു പയ്യനല്ലേ അവിടെ? കൊച്ചുപയ്യനെ രക്തം തിളച്ചിരിക്കുന്ന സമയമല്ലേ? ഇവരുടെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാതായി പോയി. ഞാനും അതാ പറയുന്നത്. ഇത്രയും പ്രായമുള്ള വാഷനെടുത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നത് നമ്മൾ വിചാരിച്ചു. ഇവരുടെ മോന് തന്നെ അവന്റെ പ്രായമില്ലേ? 19 വയസ്സുണ്ടെന്ന് തോന്നുന്നു പുള്ളിക്കാരിക്കൊണ്ട്. അല്ല ഭർത്താവ് ഗൾഫിലല്ലേ? ഇയാളോട് പറയാൻ എനിക്ക് അങ്ങ്. അത് ശരിയാ. നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം കണ്ട ഒരാളിന്റെ അടുത്ത് പറയാനായിട്ട് ഒരു ആവേശം. പറയണം. ചേട്ടനോട് പറഞ്ഞില്ല. നീ എന്തിനാ എന്റെ പുറകെ പോയെന്ന് വേണേ പറയും. അതുകൊണ്ട് അല്ല വേറൊരു കാര്യമുണ്ട്. കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമോ ചിലപ്പോ. അപ്പൊ ഇനി ചേട്ടന്റെ നമ്മുടെ തന്നെ ആരെങ്കിലും കണ്ടതുപോലെ വിളിച്ചു പറഞ്ഞാലോ? അതാ പറഞ്ഞ വേണ്ട ആരുടെയും പറയണ്ട. എന്തായാലും നമ്മളറിയുന്നതുകൊണ്ടല്ലേ ഇത്. ഇങ്ങനത്തെ പരിപാടി ഉണ്ടെന്ന് നമ്മളറിയുന്നില്ലല്ലോ. ഇങ്ങനെ ഇതൊക്കെയാ നമ്മള് പറയാം. അർദ്ധരാത്രിക്ക് സൂര്യൻ ഉദിക്കണം ഓരോന്ന് അറിയണമെങ്കിൽ കാണണമെങ്കിൽ. അവനെ ഞാൻ കുറ്റം പറയുന്നില്ല. അവന്റെ പ്രായമുള്ള ഒരു മോനില്ലേ അവർക്ക്? എനിക്കും അതിശയമായി പോയത്. അല്ല എന്തുവാടേ ഇതിപ്പോ വേറെ എത്ര നാള് പിടിച്ചു നിൽക്കും? പുള്ളിക്കാരി പിറ്റേന്ന് ഇയാൾ കണ്ടോരെ? പിറ്റേന്ന് കണ്ടാവില്ല. നിശ്ചയത്തിന് ഉണ്ടല്ലോ. അന്നേരം നമ്മള് കണ്ടിട്ടില്ലെന്നുള്ള മട്ടി നടക്കുമല്ലേ പുള്ളിക്കാരി. ഒന്നും അറിഞ്ഞതേ ആരും അറിഞ്ഞില്ലെന്നുള്ള കാര്യത്തിൽ നിൽക്കുമല്ലേ. പക്ഷെ മണ്ടത്തരമായിരുന്നു. ഇയാൾ ഇഷ്ടപ്പെടേണ്ടായിരുന്നു. അറിഞ്ഞൊരു കാര്യം അവരുടെ ഗമയ്ക്കൊരു ഇത് വന്നേനെ. നമ്മള് ചെന്ന് ചെക്കിങ് ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതിയാ നമ്മള് പിന്നെ വേണ്ട. എന്തിനാ അവരുടെ ബ്രാക്ക് കേൾക്കണ്ട. നാളെ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോ ആരെങ്കിലും നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. എന്തിനാ പോട്ടെ സൂചിക്കട്ടെ. പിന്നല്ലാതെ. അപ്പൊ നാളെ ഞാൻ അങ്ങോട്ട് വരാം. അപ്പൊ നമുക്കും സൂചിക്കാം. അപ്പൊ ഞാൻ നാളെ വിളിക്കാം. വിളിച്ചേ വരത്തുള്ളൂ കേട്ടോ. കുഴപ്പമൊന്നുമില്ലല്ലോ? അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. നാളെ കഴിഞ്ഞ ആഴ്ച വന്ന സമയത്ത് വരാം. എന്താ എന്തായാലും ഞാൻ വിളിക്കാം. എന്നാ ശരിയാടോ. ശരി. വേറെ ഒന്നുമില്ലല്ലോ? ഇല്ല വരുമ്പോ പറയാം. ആയിക്കോട്ടെ. ശരി.